ഇനി പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നമ്മുടെ പ്രഭാഷകൻ ടി.ആർ. ബാബുവിൻ്റെ പ്രഭാഷണമാണ് തുടങ്ങാൻ പോകുന്നത്. നമുക്കറിയാം, ഉപതടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് കീഴിലുള്ള ഈ ഗുരുദേവ ക്ഷേത്രം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിമുഖമായിട്ട് വന്നമെന്ന് ദേവപ്രശ്നത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദേവന് അഭിമുഖമായിട്ടാണ് ഗുരുദേവൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ഇത് എല്ലാ വർഷവും നമ്മൾ ഈ പ്രതിഷ്ഠാ ദിനം ഒരു ഉത്സവം പോലെയാണ് ആഘോഷിക്കുന്നത്. ഗുരുദേവൻ്റെ തത്വങ്ങൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് അനുകൂലിക്കുക ആ ഉപദേശമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ പ്രാർത്ഥനയും എല്ലാം നമ്മൾ നടത്തുകയും തുടർന്ന് നമ്മൾ ഇന്നിപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തോടെ നമ്മൾ ഇന്നത്തെ പ്രാർത്ഥന അവസാനിക്കും. അതിനോട് ഭാഗമായിട്ടുള്ള പ്രഭാഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പ്രഭാഷണത്തിന് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത ചായയായിട്ടുള്ള 52 നമ്പർ SLP ചായയുടെ സെക്രട്ടറി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സെക്രട്ടറിയെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം 2 വാക്ക് സംസാരിക്കുന്നതിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ. ശ്രീനാരായണ ഗുരുദേവൻ്റെ 8ാമത് വാർഷികം വളരെ സംഗീതമായിട്ട് ആഘോഷിക്കുകയാണ് 950 ആളുകളും എൻ്റെ കുടുംബാംഗങ്ങളും. ഗുരുദേവൻ്റെ പ്രശസ്തി ഇന്ന് ലോകം എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. ഇന്ന് ഗുരുദേവൻ പറഞ്ഞ സന്ദേശമാണ് ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ആ ഗുരുദേവൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ന് പ്രായോഗിക തലത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗാന്ധിജിയെ കണ്ടതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിപ്പോൾ ഇന്ന് ഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രി